Where is Eva? James, she is not with me. No, you lie. എനിക്കറിയാം നീ അവളെ ഒളിപ്പിച്ചിട്ടുണ്ട്. പറ, അവളെവിടെ? ഓ yes it. ഞാൻ അവളെ ഒളിപ്പിച്ചത്. So sorry James, ഞാനത് പറയില്ല. ഓക്കെ, അവളെ നിനക്ക് തൊടാൻ പോലും കഴിയില്ല സാം. You know, she's Alex's girl. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. നീ മാത്രമല്ല, നീയും നിന്റെ കൂടെയുള്ളവനും പിന്നെ ഈ ലോകം കാണില്ല. ഈ ജെയിംസാ പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ മാത്രം നിനക്കെന്നെ വിശ്വസിക്കാം. ഞാൻ അവിടെ ഒന്നും ചെയ്യില്ല. Trust me. Is Alex's dream true or not? What a dream he saw. And who is Eva? What happened in Alex's life? And what he saw in that dream? A number of questions arise, right? This is a story about love and darkness. That means with a female character called Eva. The meaning of Eva is a shadow. Eva can be a person or shadow. So, this is an imaginary story. She came into like a clumping of life, an intuition that cannot be known directly. It will come into us like a shadow. Eva. The shadow is the image of person who changed the ignorance around him and lives his life. Who changed Alex's life to him in a single moment? Then why did they try to keep Eva away from Alex? What reason for kidnapped her? Who was Alex's soulmate? You don't know. Yeah. If you want to know their story, let's go.
ഇവയെ കിഡ്നാപ്പ് ചെയ്യുന്നതിന് പിന്നിൽ നീയാണെന്ന സത്യം ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു മെഡാലിയ. സോ യു ഷുഡ് ഹവ് ടോൾഡ് us everything now. വാട്ട് ഹാപ്പൻ ദാറ്റ് ഡേ? അതെന്താണ് ഉണ്ടായത്? ഇവയ്ക്ക് എന്താണ് സംഭവിച്ചത്? പറയൂ മെഡാലിയ. ടെൽ മീ, വേർ ഈസ് ഇവ? വാട്ട് വിൽ യു ഡു വിത്ത് ഹർ? I don't know. Only you know the truth. Why did you do this? Tell me. ആർക്ക് വേണ്ടി നീ ഇത് ചെയ്തത്? പറയൂ. മാഡം, ഐ റിയലി ഡോണ്ട് നോ എനിത്തിങ്. അവളെ കിഡ്നാപ്പ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ എനിക്ക് നൽകിയിരുന്നത് സാം അല്ലേ? യാ, ദാറ്റ്സ് റൈറ്റ്. സാമിന് വേണ്ടിയാണ് ഞാൻ അവളെ കിഡ്നാപ്പ് ചെയ്തത്. പക്ഷേ അവൻ എന്ത് ചെയ്തെന്നോ, അവളിപ്പോൾ എവിടെയാണെന്നോ എനിക്കറിയില്ല. ഒരു കാര്യം മാത്രം അറിയാം മാഡം, ഇവ മരിച്ചിട്ടില്ല. ഐ നോ. അതെങ്ങനെ നിനക്ക് അത്ര കൃത്യമായിട്ട് പറയാൻ കഴിയുന്നു? ടെൽ മീ. അത് 10-12 വർഷം ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. സോ അത് വെച്ച് നോക്കുമ്പോൾ he can never do that to kill Eva. Yeah. Thank you, Medalia. Thanks for the information. മെഡാലിയ. ഓക്കെ, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടി തോന്നും. അതെ, ഏതൊരു കഥയിലും ഒരു ഹീറോ ഉണ്ടെങ്കിൽ അവിടെ ഒരു കള്ളി അല്ലെങ്കിൽ കള്ളനുണ്ടാവും. ഇതൊക്കെ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് ഈ കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. നമ്മൾ കൂടുതൽ ഇങ്ങനെ കാണുമ്പോൾ അതിലത് കാണുന്നതാണ്. സോ ഇനി ഈ കഥാപാത്രത്തിൻ്റെ ഒരു ഇൻട്രോ മോഡൽ തരാം. ഇവ എന്ന വ്യക്തിയെ നശിപ്പിക്കാൻ ഉള്ള ശ്രമത്തിനിടെ അപ്രതീക്ഷിതമായി എന്തോ ഒന്ന് നടക്കുന്നു. എന്നാൽ ആ ശ്രമത്തിൽ മെഡാലിയ CBIയുടെ കയ്യിലകപ്പെടുന്നു. എങ്ങനെ സംഭവിച്ചു എന്നൊന്നും അറിയില്ല. സോ നമുക്കത് കാണാം. നമുക്കെന്താണ് ജെയിംസ് അവളെ കണ്ടെത്താൻ കഴിയാത്തത്? അവർ പോകാവുന്ന സ്ഥലത്തൊക്കെ പോയിട്ടും. നീറുന്ന കണ്ണീരോടെയുള്ള അലക്സിൻ്റെ ഓരോ വാക്കുകൾ കേട്ട ജെയിംസിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അലക്സ് പറയുന്നതിന് എന്ത് മറുപടിയാണ് ഞാൻ പറയുക? ഒന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല. അവൻ്റെ മനസ്സ് അവൾക്കായി തേടുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. ജെയിംസ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഇവ നമ്മളെ വിട്ടെവിടെയും പോയിട്ടില്ല അലക്സ്. അവൾക്കൊന്നും സംഭവിച്ചു കാണില്ല. നീ സമാധാനപ്പെടൂ, നമുക്ക് അവളെ കണ്ടുപിടിക്കാം. ജെയിംസ് അലക്സിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് അലക്സിൻ്റെ മുഖഭാവം ആകെ മാറാൻ തുടങ്ങി. അവൻ ഉച്ചത്തിൽ അലറിക്കണ്ടു. സോറി. അലക്സിന് ഇവയോടുള്ള പ്രണയം ആത്മാർത്ഥപൂർണ്ണമായെങ്കിൽ ഇനി ഇതിൽ കാത്തിരിക്കേണ്ടതിൽ അർത്ഥമില്ല. ഇവ എൻ്റെ സഹോദരിയാണെങ്കിൽ അവളെ ഞാൻ കൊണ്ടുവരും. കിട്ടിയ തെളിവുകളും സാക്ഷിയുടെ മൊഴിയും വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് സംതിങ് ഈസ് റിയലി ബ്ലൈൻഡ്. എവിടെയോ പിഴവ് സംഭവിച്ച പോലെ. സർ, നമുക്ക് മെഡാലിയെ ഇനിയും ചോദ്യം ചെയ്യേണ്ടി വരും. അതിൻ്റെ ആവശ്യമുണ്ടോ റോസി? ഇനിയും ലേറ്റായാൽ? നോ സർ, ഇവിടെ സമയമല്ല പ്രധാനം, സാക്ഷിയുടെ മൊഴിയാണ്. ഇതുവരെ കിട്ടിയ തെളിവിൽ നമുക്കൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവയെ പറ്റി ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. അവനെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഇവയെ എന്തിന് അവൻ കിഡ്നാപ്പ് ചെയ്തു എന്നറിയണം. അതിന് അവളെക്കുറിച്ചൊരു അന്വേഷണം ആവശ്യമാണ്. നമുക്കധികം സമയമില്ല സർ. ഓക്കെ, ജസ്റ്റ് ഫൈൻഡ് ഔട്ട്. 30 ഡേയ്സിനുള്ളിൽ എനിക്ക് അവളുടെ റിപ്പോർട്ട് കിട്ടിയിരിക്കണം. വിത്ത് സെക്കൻഡ്. എന്താ ജെയിംസ്, നിന്റെ മുഖമാകെ ചുവന്ന പോലെയുണ്ടല്ലോ?
ഞാൻ ഇവയെപ്പറ്റി പറയുമ്പോഴൊക്കെ നിനക്ക് ഇങ്ങനെ ഉണ്ടാവണമെങ്കിൽ അതിലെന്തോ ഉണ്ട്. ഇവ, അവളെ ഞാൻ ഒന്നും ചെയ്യില്ലെന്ന് ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞതാണ്. എന്നിട്ടും നിനക്കെന്നെ വിശ്വാസം വരുന്നില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നീ നേരത്തെ പറഞ്ഞല്ലോ സാർ, അവൾ എൻ്റെ ആരാന്ന്. എന്നാ കേട്ടോളൂ, അവൾ എൻ്റെ എല്ലാമാണ്, എല്ലാം. മൈ ബ്ലഡ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ. ജെയിംസ് പറഞ്ഞ വാക്കുകൾ സാമിന് വെറും തമാശയായി. അവൻ ചെറിയ ഞെട്ടൽ എന്ന പോലെ ഒന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, എന്തു പറ്റി ജെയിംസ്? ഭയം ചോർന്നു പോയോ? സാം പോകുന്നത് തെറ്റുകളിലേക്കാണെന്നും ഒരപകടം തന്നെ കാത്തിരിപ്പുണ്ടെന്നും മനസ്സിലാക്കിയ അലക്സ് അവൻ കേൾക്കാതെ ഒന്ന് പറഞ്ഞു, നിനക്കിനിയും സമയമുണ്ട് സാർ. ഭൂമിയിൽ തന്നോട് പ്രണയിച്ചൊരുവളെ അഗ്നിയാൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അവൻ വരും. ഒരു നേർക്കണിക പോലും ബാക്കി വെക്കും. ജെയിംസിന്റെ കണ്ണുകളിൽ നമ്മൾ കണ്ടത് ഭയമായിരുന്നില്ല, മറിച്ച് ഒരു ശക്തിയുടെ പ്രതിരൂപമായിരുന്നു. സാമിന് നേരെ ജെയിംസ് അയച്ചതും ഒരു ശക്തിയെയാണ്, അലക്സ് എന്ന ശക്തി. 쓰레기라고 생각합니까? 부탁 하나만 해요.